എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നല്ലൊരു ലെമൺ റൈസിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. വീഡിയോ മുഴുവൻ കണ്ടിട്ട് ഇഷ്ടമായാൽ, ഉപകാരമായാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ വേഗം തന്നെ വീഡിയോയിലേക്ക് പോകാം. ലെമൺ റൈസ് തയ്യാറാക്കുവാനായിട്ട് ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതൊന്ന് ചൂടായിട്ട് വരുമ്പോൾ ഇതിലേക്ക് 2 ടീസ്പൂൺ അളവിൽ എണ്ണ ചേർത്ത് കൊടുക്കാം. എണ്ണ തന്നെ ചേർത്ത് കൊടുക്കുക, വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കണ്ട. ഇനി ഇതിലേക്ക് ഇത് ചൂടായി വരുമ്പോൾ കുറച്ച് കപ്പലണ്ടിയും കാഷ്യൂനട്ടും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഞാനിവിടെ വറുത്ത കപ്പലണ്ടി തന്നെയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് കാഷ്യൂനട്ട് ജസ്റ്റ് ഒന്ന് ആയി വരണ വരെ മാത്രം നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതിയാകും. ഇപ്പോൾ ഇതൊക്കെ ഒന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റിയെടുക്കാം. ഇനി കാഷ്യൂനട്ടും കപ്പലണ്ടിയും റോസ്റ്റ് ചെയ്ത അതേ എണ്ണയിലേക്ക് തന്നെ നമുക്ക് ഒരു 1/4 ടീസ്പൂൺ അളവിൽ ചെറിയ ജീരകവും ഒരു 1/2 ടീസ്പൂൺ അളവിൽ കുറച്ച് കടുകും ചേർത്ത് കൊടുക്കാം. ഇനി ഇത് രണ്ടും നല്ലവണ്ണം പൊട്ടി വരുമ്പോൾ നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ ഉഴുന്നും 1 ടീസ്പൂൺ കടലപ്പരിപ്പും ചേർത്ത് കൊടുക്കാം. ഇനി കടലപ്പരിപ്പും ഉഴുന്നും ഒന്ന് മൂത്ത് വരുന്നത് വരെ ഇളക്കി കൊടുക്കാം. കടലപ്പരിപ്പും ഉഴുന്നും ഒന്ന് മൂത്ത് വന്നാൽ നമുക്കിതിലേക്ക് ഞാനിവിടെ 4 പച്ചമുളക് നടുവൊന്ന് കീറിയതും അതുപോലെ തന്നെ 2 വറ്റൽമുളക് പൊട്ടിച്ചതും ഒരു ചെറിയ കഷ്ണം ഇഞ്ചി നല്ലവണ്ണം ചെറുതായി കട്ട് ചെയ്തതും കുറച്ച് കറിവേപ്പിലയും ചേർത്ത് കൊടുക്കുക. ഇതെല്ലാം നല്ലവണ്ണം ഒന്ന് വഴറ്റിയെടുക്കുക. ഇപ്പോൾ എല്ലാം വഴഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 നുള്ള് കായപ്പൊടി, കുറച്ച് ഉപ്പ് ആവശ്യത്തിനുള്ളത് നോക്കി ചേർത്താൽ മതി. ഇതെല്ലാം ചേർത്ത് കൊടുത്തിട്ട് എല്ലാം കൂടി മിക്സ് ചെയ്യുക. എല്ലാം മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് 2 ടീസ്പൂൺ അളവിൽ ചെറുനാരങ്ങയുടെ നീര് ചേർത്ത് കൊടുക്കാം. കുരുവൊക്കെ മാറ്റിയിട്ട് നീര് മാത്രം ഒഴിക്കണം. ഇനി എല്ലാം കൂടി ചെറുനാരങ്ങയുടെ നീരിലിട്ടിട്ട് ഒന്നുകൂടി വഴറ്റിയെടുക്കുക. ഇതിനൊന്നും അധിക സമയം വേണ്ട, ഒരു 1-2 സെക്കൻഡ് മതി കേട്ടോ. ഇപ്പോൾ എല്ലാം യോജിച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 കപ്പ് അളവിൽ നമുക്ക് ചോറ് ചേർത്ത് കൊടുക്കാം. ഇനി ഈ റൈസ് നമ്മൾ നല്ല വിധത്തിൽ തന്നെ മിക്സ് ചെയ്യണം. നമ്മൾ ഇതിൽ ചേർത്തിട്ടുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും ഈ റൈസിൽ പിടിക്കത്തക്ക വിധത്തിൽ തന്നെ ഇളക്കി കൊടുക്കണം. ശരിയായിട്ട് മിക്സായി വരുമ്പോൾ നമ്മുടെ റൈസിനൊക്കെ ഒരു ലൈറ്റ് യെല്ലോ കളറ് വരും. ഇപ്പോൾ എല്ലാം കൂടി നന്നായി മിക്സായി ലൈറ്റ് യെല്ലോ കളറിലേക്ക് മാറിയിട്ടുണ്ട്. ഇനി ഒരു കാര്യം മറക്കാതെ ചെയ്യണം. നമ്മൾ ആദ്യം തന്നെ കാഷ്യൂനട്ടും കപ്പലണ്ടിയും ഒക്കെ റോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൂടി ഈ റൈസിലേക്ക് ചേർത്ത് കൊടുക്കണം. എന്നിട്ട് എല്ലാം നല്ല വിധത്തിൽ യോജിപ്പിക്കുക. കപ്പലണ്ടിയും കാഷ്യൂനട്ടൊക്കെ റൈസിൽ എല്ലായിടത്തും എത്തുന്ന വിധത്തിൽ മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ എല്ലാം മിക്സായി വന്നിട്ടുണ്ട്. ലെമൺ റൈസ് തയ്യാറായിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. വീഡിയോ കണ്ടതിന് എല്ലാവർക്കും നന്ദി.